ഈ പ്രതി 2 പേരെ കൊന്നതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി തെളിവെടുപ്പുണ്ട്. എനിക്കിപ്പം തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ സാർ. കാര്യമെന്ന് പറഞ്ഞാൽ ഈ കേസിലേക്ക് ട്രയൽ വരാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഒരു ഐ വിറ്റ്നസ് ഇല്ല, ഇതിനകത്ത് സംബന്ധിച്ചൊരു ഐ വിറ്റ്നസ് ഇല്ല, ഐ വിറ്റ്നസ് നിലവിലില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് വളരെയധികം എവിഡൻസ് എടുക്കാനുണ്ട്, സയൻറ്റിഫിക് എവിഡൻസ് വളരെ എടുക്കാനുണ്ട്. മാത്രമല്ല, നമ്മുടെ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. നാളെ 11 മണിയോടെ കോടതിയിൽ നമ്മൾ റിമാൻഡ് റിപ്പോർട്ട് സഹിതം ഹാജരാക്കണം. കോടതി ഹാജരാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്നതാണ്. അപ്പം ഈ പറയുന്ന വെർഷൻ 100% നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും രാത്രി ഇൻട്രോഗേഷൻ കണ്ടിന്യൂ ചെയ്യും, നാളെയും ഇൻട്രോഗേഷൻ കണ്ടിന്യൂ ചെയ്യും, കസ്റ്റഡിയിലെടുത്ത് ഇൻട്രോഗേഷൻ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ഡെഫിനറ്റീവ് ഒപ്പീനിയൻ ഞാനിപ്പം പറയുന്നില്ല. ഇതിനെ കൂടുതൽ ചോദിച്ചാൽ പോലും ഞാൻ മറുപടിയായിട്ടൊന്നും പറയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രോസിക്യൂഷനെ അഗെയിൻസ്റ്റായിട്ട് ബാധിക്കും. മോട്ടീവ്, നിലവിലുള്ള മോട്ടീവ് വെച്ചിട്ട് വസ്തുവിനെ സംബന്ധിച്ചൊരു വിഷയമുണ്ട്. പിന്നെ ഇയാളുടെ ബ്രദർ എപ്പോഴും ഇയാൾ ഹരാസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അമ്മയുടെ മകനല്ല, ഈ അപ്പൻ്റെ മകനല്ല, വേറെ ഏതോ അപ്പൻ്റെ മകനാണെന്നുള്ള ലെവലിൽ ഹരാസ് ചെയ്യാറുണ്ട്. വസ്തുവിനെ സംബന്ധിച്ച് പ്രോബ്ലങ്ങളുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ, പിന്നെ കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കത്തില്ല, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതിൻ്റെ എല്ലാവരും കൾമിനേഷനാണ് ഇതെന്നാണ് അവൻ നിലവിൽ പറഞ്ഞേക്കുന്നത്. മോട്ടീവിനെ സംബന്ധിച്ച് വിശദമായിട്ട് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതുവരെ നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി ഫർദറായിട്ട് ഇൻട്രോഗേഷൻ നടത്തിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എനിവേ നമ്മൾ നാളെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. ഇന്ന് നാളെ കോടതി കൊടുത്താൽ കസ്റ്റഡിയിൽ എടുക്കും. കസ്റ്റഡി എടുത്ത് അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് എന്തൊക്കെ പരാതികൾ പിന്നെ ഇതിനകത്ത് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടോ ആ ആംഗിളെല്ലാം വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന് പറയുന്നത്? കൊലപാതകം നടത്തിയത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെനിക്കിവിടെ പറയാൻ പറ്റില്ല. കാര്യം ഞാൻ പറയില്ല, അവൻ്റെ ഇൻട്രോഗേഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ നാളെ 11 കസ്റ്റഡിയുണ്ട്, പിന്നെ കസ്റ്റഡി എടുക്കും. അപ്പോൾ നമ്മൾ ഇൻട്രോഗേഷൻ അവൻ പറയുന്ന വർഷനും പിന്നെ അന്വേഷണത്തിൽ തെളിഞ്ഞു കിട്ടുന്ന വർഷം ടാലിയായിട്ട് വന്നാൽ മാത്രമേ എനിക്ക് ഡിസ്കോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിലവിൽ അങ്ങനെ ചോദ്യങ്ങളും ദയവായിട്ട് ചോദിക്കരുത്. വേണ്ടിയൊന്നും അന്വേഷിക്കും, എവിഡൻസ് കിട്ടണം അന്വേഷിക്കും. സജി ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തത്? നിലവിലുള്ള അന്വേഷണം വെച്ച് സജി ഒറ്റയ്ക്കാണ് അതെല്ലാം ചെയ്തത്. ഇന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇന്ന് തെളിവെടുപ്പിന് അവിടെ സീനിൽ കൊണ്ടുപോകുന്നുണ്ട്. നാളെ ആവശ്യമുണ്ട്, നാളെ കൊണ്ടുപോകുന്നുണ്ട്. ചില കാര്യം വെരിഫിക്കേഷൻ ആവശ്യമുള്ളവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കൂടുതൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയാനുള്ളത്, കൂടുതൽ നിങ്ങൾ പോലീസായിട്ട് സഹകരിക്കണം. കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ഐ വിറ്റ്നസ് ഇല്ലേ കേസിൽ, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ പോലീസിൻ്റെ ഇതിൽ ശല്യം ചെയ്യുന്നൊരു അപേക്ഷയും കൂടെ ഉണ്ട്. കാര്യം ഞങ്ങൾക്ക് ഈ ഒരു കേസിൻ്റെ എപ്പോഴും സക്സസ്ഫുൾ പ്രോസിക്യൂഷനാണ് ഞങ്ങൾ അൾട്ടിമേറ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ള എവിഡൻസ് ഞാൻ കളക്ട് ചെയ്യണം, സയൻറ്റിഫിക് എവിഡൻസ് വളരെയധികം കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ സഹകരിക്കണം എന്നൊരു അപേക്ഷയും കൂടെ ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.